നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കണക്ട് 2024 തൊഴിൽ മേള സംഘടിപ്പിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചാലക്കുടി യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി നടത്തുന്ന അന്നദാന ക്യാമ്പിന് തുടക്കമായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മദിന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ കലോത്സവ സംഘാടക സമിതിക്ക് കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. സ്ത്രീകളുടെ ശബരിമല, മധ്യകേരളത്തിലെ ശബരിമല ഇങ്ങനെ അറിയപ്പെടുന്ന വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മലമുകളിലെ ക്ഷേത്രസന്നിധിയിൽ തൊഴാനും പുനർജനി നൂഴ്ന്ന് പാപമുക്തി നേടാനും ആയിരങ്ങളെത്തി. പുലർച്ചെ 4-ന് തന്ത്രി ഏർന്നൂര് മനക്കൽ പ്രസാദ് നമ്പൂതിരി ക്ഷേത്രനട തുറന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നിർമാല്യം, അഭിഷേകങ്ങൾ, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, ശാസ്താംപാട്ട്, അന്നദാനം, കലശാഭിഷേകം, ഉച്ചപൂജ, കോമരം തുള്ളൽ, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ഹരിവരാസനം, നടയടപ്പ് എന്നിവയുണ്ടായി. മൂലംകുടം സമുദായം, കാരണവർ, വീട്ടിച്ചോട് യുവജന സംഘം, പാപ്പാളിപ്പാടം ദേശം, വാസുപുരം വടക്കുമുറി സമാജം, ആറേശ്വരം സെന്റർ, ഇത്തുപ്പാടം സെന്റർ, യുവജന സംഘം ഇത്തുപ്പാടം വടക്കുമുറി യുവസംഗമം, കിഴക്കുമുറി യുവജന സംഘം എന്നിങ്ങനെ 10 കാവടി സംഘങ്ങൾ ആഘോഷത്തിൽ പങ്കാളികളായി. മൂലംകുടം സമുദായം സെറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 7:30-ന് മൂലംകുടം സ്കൂൾ മൈതാനിയിൽ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും നടന്നു. വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങൾ സ്വയം ആരംഭിക്കാൻ തയ്യാറുള്ള വനിതകൾ കേരളത്തിൽ ഉണ്ടാകണം. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കടമകളിലൊന്ന് ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വനിതകൾക്ക് പരിശീലനം നൽകി സംരംഭകരായ സ്ത്രീകളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന കേരളയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച കണക്ട് 2024 തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ കേരളത്തിന്റെ സമ്പത്താണ്. അവരുടെ അഭിരുചിക്കും കഴിവിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളകളുടെ ലക്ഷ്യം. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക. സാമ്പത്തിക സ്വയം പര്യാപ്തത സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി നേടുന്നതിനും 18 മുതൽ 35 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് സൌജന്യ നൈപുണ്യ പരിശീലനത്തിനുള്ള അവസരവും മേളയിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായ മേളയിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ വിശിഷ്ടാതിഥിയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു സ്വാഗതവും ഗവേണിംഗ് ബോഡി മെമ്പറും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KR ജോജോ, ഇരിങ്ങാലക്കുട നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിൻ CC, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പവതി, ഇരിങ്ങാലക്കുട കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രസാദ് KK നന്ദി അറിയിച്ചു. IT, ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ നിരവധി മേഖലകളിലേക്കാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. 42 തൊഴിൽ ദാതാക്കളും 1200-ലധികം ഉദ്യോഗാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി. 500-ലധികം പേർ ആദ്യഘട്ടം തിരഞ്ഞെടുപ്പിൽ ഇടം നേടി. തൊഴിൽ മേളയോടനുബന്ധിച്ച് DDUGKY, RSETI എന്നീ കോഴ്സുകളുടെ പ്രചരണാർത്ഥം IEC സ്റ്റാൾ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്ന തൊഴിൽ മേളയിൽ നിങ്ങൾക്കൊക്കെ ആഗ്രഹത്തിനൊത്ത തൊഴിലുകളിൽ എത്തിച്ചേരാൻ സാധിക്കും. മുമ്പ് മുഴങ്ങിയ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണവുമായി
ആദ്യമായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചാലക്കുടി യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി നടത്തുന്ന അന്നദാന ക്യാമ്പിന് തുടക്കമായി. കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ പരിപാടി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കേന്ദ്ര ട്രഷറർ ഇ കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചാലക്കുടി യൂണിയൻ പ്രസിഡന്റ് ഇ രവീന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ടി മോഹനൻ, പൂനിലാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് ജി നിർമ്മൽ, പി ആർ സുബ്രഹ്മണ്യൻ, പി എ മോഹൻദാസ്, ടി സി രാജൻ, ഇ ജി തങ്കപ്പൻ, സ്മിത വിനയകുമാർ, സുമതി ഹരിദാസ്, രാധാമണി ബാലസുബ്രഹ്മണ്യം, എ സി പ്രേമൻ എന്നിവർ സംസാരിച്ചു. തഴഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിന് സംശയം പറ്റില്ല. ഇന്നൊരു പ്രത്യേകത, അയ്യപ്പ സേവാ സംഘം എന്ന സംഘടന 78 വർഷങ്ങൾക്ക് മുന്നേ വേലായുധംപിള്ള രജിസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രൂപഘടന ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക എന്നായിരുന്നു. കാരണം ഒരു കുട്ടിയുടെ പനി കണ്ട് ആ ഡോക്ടറായിരുന്ന അദ്ദേഹം ചികിത്സിച്ച് ആ കുട്ടിയെ സന്നിധാനത്ത് കൊണ്ടുപോയി നെയ്യഭിഷേകം കഴിച്ച് തിരിച്ചു കൊണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉദിച്ച ആശയമാണ്. തിരുവനന്തപുരത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിവുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. തിരുവനന്തപുരം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ NSSൻ്റെ ഒരു മെമ്പറാണ്. പല രീതിയിലും ഗവൺമെൻറ് തലത്തിൽ ഫോഴ്സ് ചെയ്യാനും ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം നടത്താൻ കഴിവുള്ള വ്യക്തിയാണ്. ഇത്തവണ ഒരു 3000 പേരെ വളണ്ടിയറായിട്ട് അയ്യപ്പ സേവാ സംഘം എടുക്കാമെന്നുള്ള ധാരണ വരെ കഴിഞ്ഞ ആഴ്ച ചർച്ചയിൽ നടന്നുണ്ട്. അതൊക്കെ നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. വേറെ കുറേ ക്യാമ്പ് കൂട്ടിക്കെടുക്കാണെങ്കിലും അത് ഇവരുടെ പ്രവർത്തനം കൊണ്ട് അത് തുറക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്കുള്ള വിശ്വാസം. ഭക്ഷണം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിന് നമ്മളെപ്പോഴും സഹായിച്ചു വരുന്നിരുന്ന ചന്ദ്രേട്ടൻ, അതുപോലെ പരമേശ്വരൻ്റെ വൈഫ് അമ്മണിയമ്മ, ഇവരൊക്കെയാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നു വിട്ടിട്ട് ഇതിൻ്റെ ശരിയായ രീതിയിൽ ക്യാമ്പ് നന്നായി നടത്തി പേരും പ്രസിദ്ധിയും ഉണ്ടാക്കിയത് അതുപോലെ വനിതാ സംഘത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരുമാണ്. നിങ്ങളിൽ ഓരോരുത്തരും അതുപോലെ തന്നെ കലാഭവൻ മണി പാടി ഫേമസ് ആക്കിയ ഓടപ്പഴം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ദേവാലയത്തിൽ പൂത്തുവിരിഞ്ഞു. കലാഭവൻ മണിയുടെ നാടൻ പാട്ടിലൂടെയാണ് പുതിയ തലമുറ ഓടപ്പഴത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം. ഇന്നുള്ള പലരും ഇത് കണ്ടിട്ടുപോലുമില്ല. വിസ്മൃതിയിലായ ആ പഴയ കാഴ്ചയുടെ സൗന്ദര്യം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്റ്റ് കോളേജിന്റെ ഇപ്പോഴത്തെ മാനേജരായ ജോയ് പീനിക്കപ്പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത്. ഇത് ഞാൻ കരുവന്നൂരിൽ നിന്ന് ഒരു 10 വർഷം മുമ്പ് ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓടപ്പഴത്തിൻ്റെ തൈയാണ് കാണുന്നത്. അതിപ്പോൾ വളർന്ന് ഇപ്പോൾ 10 വർഷത്തോടെ ഏകദേശം ആയിട്ടുണ്ട്. അത് പൂത്ത് വർഷമാണത്. അത് പൂത്ത് വർഷങ്ങൾക്ക് കഴിയുമ്പോൾ കായുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് കാണാനുള്ളൊരു അവസരം, പുതുതലമുറയ്ക്ക് കാണാനുള്ള അന്യം നിന്ന് പോകുന്ന ഈ വെറൈറ്റിയെ കാത്തു സൂക്ഷിക്കുന്നതിനൊപ്പം തന്നെ പുതുതലമുറയ്ക്ക് ഇതെന്താണ് ഈ മണി പാടി നടന്നിട്ടുള്ള ഓണപ്പാടത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടെ ക്രൈസ്റ്റ് നിങ്ങൾക്ക് ഒരുക്കാണ്. വള്ളിച്ചെടിയായ ഈ സസ്യം 10 വർഷങ്ങൾക്കിപ്പുറം പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഈ ദേവാലയമുറ്റത്ത് കാണാൻ സാധിക്കും. സാധാരണയായി 25 വർഷത്തോളം വേണ്ടിവരും ഓടപ്പഴം ഉണ്ടാകാൻ എന്നാണ് പഴമക്കാർ പറയുന്നത്. വള്ളിയായി മറ്റു വൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്ന് കയറുന്ന ഓടം മരം പോലെ വണ്ണം വയ്ക്കും. പണ്ട് സർപ്പക്കാവുകളിലും കാടുപിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു. നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം കായ്കളുണ്ടാകും. കിളികളും അണ്ണാനും വന്ന് തിന്നും. ഓടക്കുരു ഉണക്കി ആട്ടിയാൽ ഔഷധ ഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും. കാമുകിയെ ഓടപ്പഴത്തോടുപമിച്ച് ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ എന്ന പാട്ടെഴുതി ആലപിച്ച് നടൻ കലാഭവൻ മണിയാണ് ഓടപ്പഴത്തെ ജനകീയമാക്കിയത്. ഈന്തപ്പഴ വലുപ്പവും സ്വർണ്ണ നിറവും ഔഷധ ഗുണവുമുള്ളതാണ് ഓടപ്പഴം. പണ്ടുകാലങ്ങളിൽ വൃക്ഷങ്ങളേറെയുള്ള പറമ്പുകളിലായിരുന്നു ഓടയുണ്ടായിരുന്നത്. മാവിലും മറ്റ് വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്നു കയറുകയാണ് ചെയ്യുന്നത്. ജനവാസം കൂടിയതോടെ പറമ്പുകൾ വീടുകളായി. അതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി. പഴമക്കാർ ഓടം കാണുകയും രുചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പുതുതലമുറ കലാഭവൻ മണി പാടിയതോടെ ഓടം കാണാൻ ഓടി നടക്കുകയാണ്. ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഓടം കണ്ടുവരുന്നത്. ഒരു തവണയുണ്ടായാൽ തുടർച്ചയായ വർഷങ്ങളിലും പഴമുണ്ടാകും. പഴം ചെറിയ തോതിൽ ചപ്പിക്കുടിക്കാൻ മാത്രമേ സാധിക്കൂ.
അതേസമയം പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാക്കുന്ന ഓടത്തെണ്ണ പ്രധാന ഔഷധമാണ്. ആയുർവേദ മരുന്നുകളിലും കർക്കിടക മാസത്തിലെ മരുന്നുകളിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവാണ്. പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന ആരോഹിയായ വള്ളിച്ചെടിയാണ് ഓടൽ. സർക്കോസ്റ്റിഗ്മ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം. ഇതിനെ വള്ളിയോടൽ, എരുമഞ്ഞാലി, വെള്ളയോടൽ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു. കടുത്ത മഞ്ഞ നിറമാണ് ഇതിനെ ആകർഷകമാക്കുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മദിന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി. NSS ഹാളിൽ നടത്തിയ പരിപാടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, വൈസ് പ്രസിഡന്റ് രതിദേവി, 6ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസീന്ത KP എന്നിവർ സംസാരിച്ചു. ലൈഫ് മിഷൻ വീടിന്റെ താക്കോൽദാനം, വിവിധ വിഭാഗക്കാരുടെ വീട് വാസയോഗ്യമാക്കൽ, SC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം, അങ്കണവാടികൾക്കുള്ള അടുക്കള സാമഗ്രി വിതരണം തുടങ്ങി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ, ഏറെ ബഹുമാനിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജോസ് കെ ചിറ്റപ്പള്ളി, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ബിന്ദു ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നിർമ്മാണം പൂർത്തിയാക്കിയ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഡിസംബർ 7-ന് തുറന്നുകൊടുക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാക്കിയ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഡിസംബർ 7-ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7-ാം തീയതി രാവിലെ 10-ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചുരുക്കം ചില ജോലികൾ കൂടി പൂർത്തിയാകാനുണ്ട്. വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്നും MLA പറഞ്ഞു. റെയിൽ ഗേറ്റുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച 9 മേൽപ്പാലങ്ങളിൽ ആദ്യം നിർമ്മാണം ആരംഭിച്ചതായിരുന്നു ചിറങ്ങര മേൽപ്പാലം. 2021-ൽ നിർമ്മാണം ആരംഭിച്ച് 22-ൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 2024-ൽ ആദ്യ പാലം തുറക്കുമെന്ന് നവകേരള സദസ്സിൽ വെച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ നവംബർ 15-ന് പാലം തുറക്കുമെന്നായിരുന്നു മന്ത്രിയുടെ അവസാന വാക്ക്. അത് വെറും വാക്കായതോടെയാണ് ഇപ്പോൾ പുതിയ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. പാലത്തിന്റെ കൈവരികളുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള കോണിപ്പടികളും നടപ്പാതയുടെ ഒരു ഭാഗവും മാത്രമാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ പോൾ സി ജിയോ, വർഗീസ് പയ്യപ്പിള്ളി, ഗ്രേസി സക്കറിയ, വർഗീസ് തച്ചുപറമ്പൻ, ചാക്കപ്പൻ പോൾ തുടങ്ങിയവരും ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും സ്ഥലത്തെത്തിയിരുന്നു. റെയിൽവേ മേൽപ്പാലം ഡിസംബർ 7-ാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ചിറങ്ങര അടക്കം 10 റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് സർക്കാർ അനുമതി കൊടുത്തിരുന്നത്. അതിൽ ഇതുവരെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത് ഗുരുവായൂരും അതുപോലെ തന്നെ കൊല്ലത്തുള്ള മാളിയേക്കൽ എന്ന് പറയുന്നത്. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ കലോത്സവ സംഘാടക സമിതിക്ക് കൈമാറി. കൊടകര പഞ്ചായത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രാജേശ്വരിയും മറ്റു കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് കൈമാറി. സംഘാടക സമിതി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, TK പത്മനാഭൻ, CD സിബി, MK ഡൈനി, ജിഷ മാത്യു എന്നിവർ ഏറ്റുവാങ്ങി. വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി കൊടകര കുടുംബശ്രീ 19 വാർഡിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങളാണ് ഇവിടെ കൈമാറുന്നത്. നാളികേരം, പച്ചക്കറി, നമ്മുടെ ജൈവ വളം ഉപയോഗിച്ചുണ്ടാക്കിയ പച്ചക്കറികളാണ്. പച്ചക്കറികൾ പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയ ആഘോഷത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി ശശിധരൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്കു ശേഷം ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് കൊടിയേറ്റിയത്. ക്ഷേത്രം പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, സെക്രട്ടറി സ്വാതികുമാർ ചാത്തപ്പായി, ട്രഷറർ അനൂപ് മണപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. 22 ദേശങ്ങളിലും തുടർന്ന് ഉത്സവത്തിന് കൊടിയേറി. നവംബർ 21-നാണ് പൂയം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,945 രൂപ, പവന് 55,560 രൂപ.
ചിന്തകൾ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ വീണ്ടും. വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കണക്ട് 2024 തൊഴിൽ മേള സംഘടിപ്പിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചാലക്കുടി യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി നടത്തുന്ന അന്നദാന ക്യാമ്പിന് തുടക്കമായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മദിന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്തിലെ ഹരിത വിദ്യാലയ പ്രഖ്യാപനവും നടത്തി. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ കലോത്സവ സംഘാടക സമിതിക്ക് കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.